റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ തരാം, എന്നെ സഹായിച്ചാൽ നിനക്ക് സ്വർഗം തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആർക്കെങ്കിലും സ്വർഗം വേണോ? ആർക്കെങ്കിലും സ്വർഗം വേണോ? 6 കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ച അവന് സ്വർഗം അല്ലാഹുവിന്റെ റസൂല് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്കത് വാങ്ങാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. ഒന്ന് പരിശ്രമിച്ചൂടെ മനുഷ്യന്മാരെ? 6 കാര്യം ഞാൻ പറഞ്ഞു തരാം. നിസ്സാരമാണ്, തലകുത്തി മറിയേണ്ട കാര്യമൊന്നുമല്ല. നമ്മൾ നിസ്സാരമായി തെള്ളിക്കളയുന്ന ചില കാര്യങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് സൂക്ഷിച്ചൂടെ? അയ്യോ, സൂക്ഷിച്ചൂടെ? ഒന്ന് പറ മനുഷ്യന്മാരെ, ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ. അല്ലാഹുവേ, ഈ സദസ്സിലിരുന്ന് കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവൻ. ഇനി പറ ഇൻഷാ അല്ലാഹ്. പോരാ, അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകും. മരണമെത്തി എന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങിയിരുന്ന് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. അങ്ങനെ അറിയാൻ പറ്റും. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ കഴിയും? ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാർ. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അറിയാൻ കഴിയുമോ ഇല്ലേ? നിങ്ങളോടാ ചോദ്യം. നിങ്ങൾ ഇരിപ്പ് വേണ്ട, ഞാനെന്തോ. നിങ്ങൾക്കൊക്കെ പള്ളിക്കുഴിയിൽ പോകാൻ സമയമായോ ഇല്ലയോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഉണ്ടോ ഇല്ലേ? ഇല്ല എന്ന അഭിപ്രായമുള്ളവരൊന്ന് കൈവക്കില്ലേ? ഉണ്ടെന്ന അഭിപ്രായമുള്ളവർ കൈവക്കില്ലേ? എന്താ ഒന്നുമില്ലേ? രണ്ടിന്റെ ഇടയിലൊരു വിഭാഗം. എന്താ ഉണ്ടില്ലാത്ത വിഭാഗം ഇല്ലേ? ശരി. എങ്കിലൊരു മനുഷ്യന്റെ മരണം അടുത്തോ ഇല്ലയോ, സമയമായോ ഇല്ലയോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എനിക്കും നിങ്ങൾക്കും പള്ളിക്കുഴിയിൽ പോകാൻ സമയമായോ എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കണോ? മരണത്തിന്റെ അടയാളങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈവക്ക്. അപ്പൊ അറിയാലോ. കൈ പൊക്കണ്ടടാ അനിയ. അസ്രായേൽ വീടിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കും, മോനെ റൂഹ് പിടിക്കാൻ വന്നതാ, പേടിയാണോ? അതേ അസ്രായേലെ പേടിയാ. തിരിച്ചു പോകോ? ഒരൊറ്റ സെക്കൻഡ് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. ടൈമിംഗ് എന്ന് പറഞ്ഞ ടൈമിംഗാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവനെ, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? മഹാനായ യഅ്കൂബ് നബി അലൈഹിസ്സലാം, യഅ്കൂബ് നബി ഇസ്രായേലിന് പറഞ്ഞു കൊടുത്ത അടയാളമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിശദീകരിച്ചു തരികയാ. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്ന ഓരോ ആണുങ്ങളും ഓരോ പെണ്ണുങ്ങളും പടച്ചവനെ ഇന്ന് വഅദ് കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലണേ. ഇന്ന് പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെന്നു. വീട് തുറന്നിട്ട് നേരെ നീ കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നിൽക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എല്ലാവരും കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. തലയിലിട്ടിരിക്കുന്ന കർച്ചീഫ് ഒന്ന് മാറ്റണേ, തലയിലിട്ടിരിക്കുന്ന തൊപ്പിയൊന്ന് അടിക്കണേ, തലയിലിട്ടിരിക്കുന്ന ഷാളൊന്ന് മാറ്റണേ. എന്നിട്ട് കണ്ണാടിയിലേക്ക് നിന്റെ മുഖം നല്ലതുപോലെ നോക്കണേ. ബയാലു ശൈരിക ബഅദ സവാദിഹി, നിന്റെ തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്ങാനും ഒരു വെളുത്ത രോമം കണ്ട പോകാ സമയമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തലയിലെയും താടിയിലെയും രോമത്തെ ഒന്ന് നോക്കണം. ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കണ്ടാ വാപ്പച്ചി സമയമായി, തയ്യാറെടുത്തോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളം. മുടി നരയ്ക്കുന്നത് അല്ലേ? മുടി നരച്ചു കഴിയുമ്പോ ഭാര്യ പറയും, പിഴുതു കളഞ്ഞേക്ക, വെട്ടണ്ട, പിഴുതു കളയ. മറ്റു ചിലര് കളറടിക്ക, പിന്നെ ചിലര് ക്ലീൻ ഷേവാ. എന്തേ കിളവാന്ന് വിളിക്കൂലേ? ക്ലീൻ ഷേവ് ചെയ്തിട്ട് നടക്കുന്നവർ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളം. 2, ഉസ്താദേ എന്റെ മുടിയൊന്നും നരച്ചിട്ടില്ല എന്ന് സന്തോഷിക്കുന്നവനെ 2 നിത്യമായിട്ടുള്ള രോഗങ്ങൾ അല്ലേ? രോഗങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും BP ഇങ്ങനെ എണ്ണാനാണെങ്കിൽ എണ്ണാൻ മാത്രമേ ഉള്ളൂ. നിത്യമായിട്ടുള്ള രോഗങ്ങൾ. രാത്രി ചോറ് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച്, ചോറ് തിന്നതിന് ശേഷം കുറച്ച്, ഇങ്ങനെ കയ്യിലിട്ടിട്ട് തിന്ന, അത് മരണത്തിന്റെ അടയാളം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.